വാസ്തുഭാരതി വേദിക് അക്കാഡമി നമ്മുടെ അക്കാഡമിയുടെ മോട്ടീവ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ എന്തൊക്കെ ടെക്നിക്സ് മെത്തേഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ അക്കാഡമി പോയിക്കൊണ്ടിരിക്കുന്നത്? അതായത് എല്ലാവരും ഇപ്പൊ വാസ്തു കൺസൾട്ടന്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ചിലവർക്കൊന്നും ഇതിനെ കുറിച്ചൊന്ന് അറിയണം, സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ളത്. പിന്നെ ചിലവർക്ക് ആ ബേസിക് അറിഞ്ഞാൽ മതി. അങ്ങനെ പലതും വേറെ ആകും. അപ്പൊ ആ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള ഓരോ പ്രോഗ്രാംസ് ആയിട്ട് വെറും 9 രൂപക്ക് വാസ്തുശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്. അത് ഒരു വർഷം കൊണ്ട് നല്ലൊരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ആയി മാറാൻ പറ്റും. 2 തരത്തിലുള്ള ആളുകളാട്ടോ വാസ്തു നോക്കുക. ഒന്നുകിൽ അടിയിട്ടിട്ടുള്ള ആളുകൾ, അതൊന്നും പ്രശ്നം പറ്റിയിട്ടുണ്ട്, കല്യാണം നടക്കില്ല, കുട്ടികൾ ഉണ്ടാവില്ല, അതായത് ജോലി ഇല്ല, അങ്ങനെയുള്ള പ്രോബ്ലങ്ങളാണ്. ആദ്യം വീട്ടുകാരന്റെ പേഴ്സണൽ വാസ്തു നോക്കും, പിന്നെ ഓരോ റൂമിന്റെയും വാസ്തു നോക്കും. ഹിന്ദു ആയാലും ശരി, ഇസ്ലാം ആയാലും ശരി, ക്രിസ്ത്യൻ ആയാലും ശരി, ആർക്കും റിസൾട്ട് വരും. ഇവിടെ മനുഷ്യൻ എന്നുള്ള വാസ്തുഭാരതിയിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വാസ്തു ആചാര്യൻ ഡോക്ടർ നിഷാൻ തോപ്പിൽ സാറാണ്. നമസ്കാരം സാർ. നമസ്തേ. വാസ്തുഭാരതി വേദിക് അക്കാഡമി നമ്മുടെ അക്കാഡമിയുടെ മോട്ടീവ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ എന്തൊക്കെ ടെക്നിക്സ് മെത്തേഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ അക്കാഡമി പോയിക്കൊണ്ടിരിക്കുന്നത്? വെരി ഗുഡ്. ആദ്യം വാസ്തുഭാരതി എന്ന് പറയുന്നത് കോഴിക്കോടായിരുന്നു. കോഴിക്കോട്, ഞാൻ കോഴിക്കോട് കോവൂരാണ് എന്റെ വീട്. കോഴിക്കോട്ടുകാരനാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് കുറച്ച് തൃശ്ശൂർ സ്ലാങ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ നടുവാണ്. അപ്പോ എന്റെ പ്രൊഫഷന്റെ ഒരു പ്രശ്നമുണ്ട്, ആർക്കും വീടും കൊണ്ട് എന്റെ അടുത്ത് വരാൻ പറ്റില്ല, ഞാൻ അങ്ങോട്ട് പോകണം. അതുകൊണ്ട് നേരെ തൃശ്ശൂര് നമ്മളെ ഹെഡായി. അങ്ങനെ വാസ്തുഭാരതി വേദിക് റിസർച്ച് അക്കാദമി MG റോഡ് മാരിമംഗോളിന്റെ അടുത്താണ് ഉള്ളത്, തൃശ്ശൂർ. അപ്പൊ ഇവിടെ ഒരു ഇതെന്ന് പറഞ്ഞാല് നമ്മള് വാസ്തുശാസ്ത്രം പഠനമാണ്. അപ്പൊ പഠനം ആദ്യം ക്ലാസ് റൂം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഓൺലൈന്, നമ്മള് കോവിഡ് വന്നതിന് ശേഷമുള്ള ഒരു ഗുണം അതായതാണ് ഓൺലൈനായി. അപ്പൊ ഇപ്പൊ കൂടുതലായിട്ട് ഓൺലൈൻ തന്നെയാണ്. എന്ന് വെച്ചിട്ട് കുറ്റിയടിക്കുന്നൊന്നും ഓൺലൈനിൽ പഠിക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതാണ്. ഓൺലൈൻ കോഴ്സും ഓഫ്ലൈൻ കോഴ്സും ഉണ്ട്. ഉണ്ട്, ഓഫ്ലൈൻ ആയിട്ടുണ്ട്, ഓൺലൈൻ ആയിട്ടുണ്ട്. ഇതിപ്പോ ഒരു മിക്സഡ് ആയിട്ടാ പോകുന്നത്. അപ്പൊ ചിലതിന് നമ്മൾ ആ ഇത് പഠിക്കേണ്ട ഒരു പ്രാക്ടിക്കലിന് അവർ വരണം. എല്ലാത്തൊക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഒരു ക്ലാസ്സുകളായിട്ട് കൊടുക്കും, സൂം ഉപയോഗിച്ചിട്ടും ഒക്കെ ആയിട്ട് ലൈവായിട്ട് തന്നെ ആയിരിക്കും. ഇത് ചോദിക്കണമാതിരി തന്നെ ചോദിക്കാള്. പിന്നെ മെത്തേഡ് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഓരോരോ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോരോ അതായത് എല്ലാവരും ഇപ്പൊ വാസ്തു കൺസൾട്ടന്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ചിലവർക്കൊന്നും ഇതിനെ കുറിച്ചൊന്ന് അറിയണം, സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ളത്. പിന്നെ ചിലവർക്ക് ആ ബേസിക് അറിഞ്ഞാൽ മതി. അങ്ങനെ പലതും വേറെ ആകും. അപ്പൊ ആ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള ഓരോ പ്രോഗ്രാംസ് ആയിട്ടുണ്ട്. ഇപ്പൊ വാസ്തുഭാരതിയില് ലോങ് ടേമും ഉണ്ട്, ഷോർട്ട് ടേമും ഉണ്ട്. ഇപ്പൊ ചിലത് 3 ദിവസത്തെ പ്രോഗ്രാം ആയിരിക്കും, ചില 1 വർഷത്തെ ആയിരിക്കും. അങ്ങനെ ഓരോരോ സിസ്റ്റമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോരോ കാലഘട്ടത്തിൽ ഓരോ കോഴ്സ് അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ ക്രിസ്മസ് വരുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്മസ് സമ്മാനമായിട്ട് വെറും 9 രൂപക്ക് വാസ്തുശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് കൊടുക്കണം. അങ്ങനെ അത് തുടങ്ങിയിട്ട് ഇപ്പൊ നമുക്കൊരു പ്രൊഫഷണൽ വാസ്തു കൺസൾട്ടന്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു വർഷം കൊണ്ട് നല്ലൊരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ആയി മാറാൻ പറ്റും. അപ്പൊ ആ തരത്തിലുള്ള ടീച്ചിങ് അവിടെ ഉണ്ട്. നമ്മൾ കോഴ്സുകൾ മാത്രമല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രവർത്തന രീതികളൊക്കെ ഉണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ കൺസൾട്ടിങ് ആണ്. കൺസൾട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാസ്തു കൺസൾട്ടിങ് എന്ന് പറയുന്നതാണ് എന്റെ പ്രധാനമായിട്ടുള്ള. ഞാനത് ചോദിക്കാനായിട്ട് ഇരിക്കും. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പൊ സാറിന് നമ്മൾ സംസാരം കേൾക്കുമ്പോൾ സാറിനൊന്ന് കാണണമെങ്കിൽ അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ എന്താണ് ഒരു വഴി? 2 തരത്തിലായ ഒന്ന് റിസൾട്ട് വരണോ നമ്മൾ അവിടെ പോകണം. അപ്പോഴന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോണിൽ പറയണ കാര്യമൊന്നും ആയിരിക്കില്ല അവിടെ പോയിട്ട് വടക്ക് നോക്കിയൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് എന്താണ് വടക്ക് എന്താണ് തെക്ക് എന്നൊക്കെയുള്ള ശരിക്കും കിട്ടുക. അപ്പോഴാണ് അതിനെ കറക്റ്റായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോ ഇതില് വേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താണോ ഉദ്ദേശം അത് ക്ലിയർ ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ കൺസൾട്ടിങ്ങിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് 1-2 ഫോൺ നമ്പേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ വിളിച്ചാൽ മതി. വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഓഫീസിൽ നിന്ന് ഒന്നുകിൽ മോഹനേട്ടൻ എന്ന് പറയും, നമ്മളൊരു മാനേജറാണ്, അല്ലെങ്കിൽ സാന്ദ്ര എന്ന് പറയും. അപ്പൊ ഇവരൊക്കെ ആരെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് എന്താവും, നമ്മൾ അപ്പൊ പറഞ്ഞു കൊടുക്കും ഇന്ന ദിവസവും ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആയിട്ട് ഡേറ്റ് ഒക്കെ ആക്കിയിട്ട് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ പോകും. എന്നിട്ട് ഞാൻ തന്നെ ലൈവായിട്ട് തന്നെ അവിടെ പോകും, അവരെടുത്ത് പോകും. എന്നിട്ട് വീട്ടിൽ പോയാലും കൺസൾട്ടിങ് ഏകദേശം ഒരു 2 മണിക്കൂർ പിടിക്കാതെ ആദ്യം ഇരിക്കും. എന്നിട്ട് നമ്മൾ അവരുടെ ഒരു പേഴ്സണൽ വാസ്തു ഉണ്ടാകുക, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് അവരുടെ ഒരു വാസ്തു ഇതാവും. പിന്നെ 2 തരത്തിലുള്ള ആളുകളാട്ടോ വാസ്തു നോക്കുക.
ഒന്നുകിൽ അടി കിട്ടിയിട്ടുള്ള ആളുകൾ, അതൊന്നും പ്രശ്നം പറ്റിയിട്ടുണ്ട്. കല്യാണം നടക്കില്ല, കുട്ടികൾ ഉണ്ടാവില്ല, അതായത് ജോലി ഇല്ല, അങ്ങനെയുള്ള പ്രോബ്ലം കാണും. രണ്ടാമത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഒന്നുകൂടി നന്നാവണം, ഒരു അപ്ഡേറ്റ് ചെയ്യണം, അല്ല ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർ. ഈ 2 തരത്തിലുള്ള ആളുകളും വിളിക്കും. അപ്പോൾ അതിന് നമ്മൾ അവിടെ പോയിട്ട് എന്താണ് ഒരു ഇന്ററാക്ഷൻ ആണ് അത്. ഇത് പണ്ട് എന്താണെന്ന് വെച്ചാൽ ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. അപ്പൊ അതെന്തുകൊണ്ടാ അങ്ങനെ, അതങ്ങനെയാ എന്ന് പറയുന്ന ഒരു ശൈലിയായിരുന്നു. അതുകൊണ്ട് തന്നെ വാസ്തുക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാ, എന്തോ ഒരു വലിയൊരു അഭൗമമായിട്ടുള്ള ഒരിതായിട്ടാ. അതിൽ നിന്ന് മാറി നമ്മൾ ഓരോ വീട്ടിൽ പോയി അവരുടെ എന്താണെന്ന് ചോദിച്ചു, അതൊക്കെ അറിഞ്ഞു. പിന്നെ അവരുടെ എന്തിനാണ് ഇപ്പൊ വാസ്തുവിനെ വിളിച്ചത്, അപ്പൊ അതൊക്കെ അറിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വരും. യഥാർത്ഥത്തിൽ അതൊരു ക്ലാസ് മാതിരി, ഒരു 2 മണിക്കൂർ അവരെ വീട്ടിൽ നിന്ന് ലൈവായിട്ടുള്ള ക്ലാസ് മാതിരി, അപ്പൊ റിസൾട്ട് വരും അത്. അപ്പൊ എല്ലാ വീട്ടിലും എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും അത്. നമ്മളെവിടെ കേരളത്തിലുള്ള വീടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവിടെ കട്ട് ഇവിടെ കട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇതായിട്ട് ഇവൻ എന്താ പറയാ കിണർ കുഴിക്കുന്നത്, ഇങ്ങനെ കുറേ ഇതുണ്ട്. നമ്മളിവിടെ ലാൻഡ് ഓറിയന്റഡ് ആണ് കൂടുതൽ. അതുകൊണ്ട് അപ്പൊ കിണർ കുഴിക്കുന്നതായാലും അടുക്കളയായാലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഇത് വരും. പിന്നെ എവിടെ കിടന്നുറങ്ങണം, അങ്ങനെയുള്ള കുറേ സബ്ജക്ട്സ് ഉണ്ട് അത്. അപ്പോൾ ആദ്യം വീട്ടുകാരൻ്റെ പേഴ്സണൽ വാസ്തു നോക്കും, പിന്നെ ഓരോ റൂമിൻ്റെയും വാസ്തു നോക്കും, പിന്നെ വീടിൻ്റെ ടോട്ടലായിട്ടുള്ളത് നോക്കും, പിന്നെ പറമ്പ് ഉണ്ടെങ്കിൽ ആ പറമ്പിൻ്റെയും നോക്കും. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഒരു 2-2.5 മണിക്കൂർ പിടിക്കും. 2 മണിക്കൂർ ആയതോടുകൂടി അത് എല്ലാ പ്രശ്നങ്ങൾക്കും 2 മണിക്കൂർ കൊണ്ട് പരിപൂർണ പരിഹാരം റിസൾട്ട് വരും കേട്ടോ. ഉണ്ട്, നന്നായിട്ടാണ്. കാരണം ഞാനിതിലിപ്പോ 10-32 വർഷമായി. തൃശ്ശൂർ തന്നെയായിട്ട് ഇതിപ്പോ 12ാമത്തെ വർഷമാണ് വേണ്ടത്. തൃശ്ശൂർ ഒരു സമയമില്ലാതെ കുഴപ്പമുള്ളൂ, അതാണ്. അപ്പൊ അത്രയും റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇതിലൊന്നും മറച്ചു വെക്കാനൊന്നും ഇല്ല. ഇനിയിപ്പോ അതാക്കിയിട്ട് എന്തെങ്കിലും ആക്കാനോ പറ്റിക്കാനൊന്നും ഇല്ല. ഇതൊരു നേരത്തെ പറഞ്ഞ ഒരു പ്രൂവൻ സക്സസ് മെത്തേഡാണ്. അപ്പൊ ആ മെത്തേഡ് ആര് യൂസ് ചെയ്യുന്ന, ഹിന്ദു ആയാലും ശരി, ഇസ്ലാം ആയാലും ശരി, ക്രിസ്ത്യൻ ആയാലും ശരി, ആർക്കും റിസൾട്ട് വരും. ഇവിടെ മനുഷ്യൻ എന്നുള്ള ഒറ്റ ക്വാളിഫിക്കേഷനേ ഉള്ളൂ, ശ്വാസം കഴിക്കണം. ശ്വാസമുള്ള ആർക്കും ഇത് ഉപയോഗിക്കുക, വാസ്തുവൊക്കെ ഉപയോഗിക്കുക. എന്നിട്ട് സമൃദ്ധിയിലേക്ക് നമ്മളെ ലൈഫ് അപ്ലിഫ്റ്റ് ചെയ്യുക. വാസ്തു സമൃദ്ധി ശാസ്ത്രം എന്നാണ് സാറ് പറയാറ്. അപ്പോൾ അതിനുള്ള എനർജി എങ്ങനെ യൂസ് ചെയ്യണം, അത് കറക്റ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? നമ്മളെങ്ങനെയാ മനസ്സിലാക്കുക? ഓക്കെ, വെരി ഗുഡ്, നല്ലതാണ് കേട്ടോ. അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് നിൽക്കുക, നമ്മൾ വളരെ ഹാപ്പിയാണ്, കുറെ നേരം നമ്മൾ ഇവിടെ നിന്നു. അതിന്റെ അർത്ഥം എന്താ? അവിടുത്തെ എനർജി പോസിറ്റീവാണ്. പോസിറ്റീവ് ആണെങ്കിലാണ് നമ്മൾ സമയവും കാലമൊക്കെ മറന്നു കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ വരുന്നത്. ഞാൻ കുറച്ച് ഒരു സ്ഥലത്ത് ഞാൻ കുറച്ച് തിരക്കിലാട്ടോ, പിന്നെ വരട്ടോ, വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെടും. അതിന്റെ അർത്ഥം അവിടുത്തെ എനർജി നെഗറ്റീവാണ്. അതായത് എന്ന് പറഞ്ഞാൽ ഊർജം പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് മനുഷ്യന്റെ വിലയിരുത്തലാണ് കേട്ടോ. യൂണിവേഴ്സിന് അങ്ങനെയൊന്നുമില്ല. യൂണിവേഴ്സിനെല്ലാം അതിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ അരി എല്ലാ വിളകളും യൂണിവേഴ്സിന് നോക്കിയാ. പക്ഷെ ഗോതമ്പ് മാത്രം വിളയിക്കണം, അല്ലെങ്കിൽ അരി മാത്രം വിളയിക്കണം എന്നുള്ളത് നമ്മളാവശ്യമാണ്. സുഖം മാത്രം വേണം എന്നുള്ളത് ആരുടെയാണ്? നമ്മളുടെ ആഗ്രഹം. ഇത് തന്നെയാണ് നമ്മൾ ഈ ചില വീടുകളിലേക്കൊക്കെ പോകുമ്പോ, ചില വീടുകളിൽ നമ്മൾ കേറുമ്പോ തന്നെ നല്ല വെളിച്ചം കാറ്റൊക്കെ ആയിട്ട്, ചില വീടുകളിൽ ഭയങ്കര സഫോക്കേഷൻ പോലെ വരും. അത് ഇതിന്റെ തന്നെ അതാണ്. ഇപ്പൊ ഈ സഫോക്കേഷൻ ഉള്ളതിനെ നമുക്ക് നെഗറ്റീവ് എന്ന് പറയാം. നമ്മളിപ്പോ രാത്രി ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുക, നമ്മൾ ഏത് ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കുക? നല്ല ലൈറ്റ് ഉള്ള ഹോട്ടലിൽ നിന്നാണോ, അതോ ഇങ്ങനെ ഒരു ഇരുട്ട് പിടിച്ചില്ല അല്ലേ? കാണുമ്പോ അട്രാക്ഷൻ ആയിട്ടുള്ള ലൈറ്റഡ് ആയിട്ടുള്ളത്. ഉള്ളിൽ ഇപ്പൊ വലിയ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ആകുമ്പോൾ ഡിം ലൈറ്റ് ഒക്കെ ഉപയോഗിക്കും കേട്ടോ. എന്നിരുന്നാലും അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് പുറത്ത് എങ്ങനെയായിരിക്കും? നമ്മൾ പൊതുവെ ലൈറ്റഡ് ആയിട്ടുള്ള, അതായത് നല്ല ഊർജ്ജം ഉണ്ടോ, ഒരു വെൽ ലൈറ്റഡ് ആകുക, എനർജറ്റിക് ആകുക, പ്ലസന്റ് ആകുക, ആ ഒരു ഫീല് വരും. എനർജി അവിടെ അതാണ്. അതായത് ഫയർ ക്യാച്ചസ് ഫയർ എന്നാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നല്ലൊരു ഫയർ ഉണ്ടോ, അങ്ങനെയുള്ള ഫയർ നമ്മൾ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ അന്വേഷിക്കും. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അത് സ്റ്റെറൈലാവും. സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ നാശം വരിക. അതാണ് പഴയ സാധനം, പഴകിയത്, ഇതൊക്കെ. ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ പോസിറ്റീവ് ആക്കണോ, ആദ്യം ചെയ്യേണ്ടതാണ് പഴയ സാധനങ്ങള്, വേണ്ടാത്തത്, ബുക്ക്, തുണി, അത് ഇതൊക്കെ ഉണ്ടല്ലോ, ഒക്കെ മാറ്റിയാൽ തന്നെ നല്ല പോസിറ്റീവ് എനർജിയോ. പഴയ ഭർത്താവൊക്കെ അവിടെ നിന്നോട്ടോ, അത് മാറ്റരുത്, സാധനങ്ങൾ അല്ല പറഞ്ഞാണ്, ഭാര്യയും ഭർത്താവൊക്കെ പഴയ അവിടെ നിന്നോട്ടെ. അല്ല, നമ്മുടെ വീടുകളിൽ ഒരുപാട് കാണില്ലേ കുറെ പഴയ സാധനങ്ങൾ, പ്രത്യേകിച്ച് ഈ അമ്മാമ്മമാര് അമ്മമാരൊക്കെ ഉള്ളെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിരിക്കും, കളയാൻ സമ്മതിക്കില്ല. അത് നല്ല രസമാണ്. അതൊരു കൊടയുടെ ഒരു പിടി കിട്ടിയാൽ മതി,
ഇനി ഇതിനൊരു ഇല്ലിയും ശീലയും കിട്ടി കഴിഞ്ഞാൽ ഉപയോഗിക്കാം. ഇനി എപ്പോഴെങ്കിലും ഒരു ഇല്ലിയും ശീലയും കിട്ടി ഈ സാധനം തെരഞ്ഞു നോക്കിയാൽ കിട്ടും. അവസാനം എന്താ നമ്മൾ പുതിയ പോയി മേടിക്കേണ്ടി വരും. ഇതാണ് നമ്മൾ ഈ പഴയത് വീണ്ടും ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞ് എടുത്തു വെക്കുന്നത് അധികം പൊട്ടത്തരാണ്. ഒരു കണക്ക് പറഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ മെത്തേഡാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഒന്ന് അന്തരീക്ഷം നല്ലതായിരിക്കും. കുറെ പഴയത് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇപ്പം ബെഡ്റൂം കുറെ സാധനം കിടക്കുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് 2 സാധനം ഇങ്ങനെ കിടക്കയിലും കിടക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയാവുമ്പോ എന്താ വെച്ചാൽ അവിടുത്തെ എനർജി എങ്ങനെയായിരിക്കും നമ്മൾ അറിയില്ല. അത് കുട്ടിമാമ ഞാൻ പെട്ടുമാമ, പക്ഷെ ഈ പെട്ടത് അറിയില്ല, അങ്ങനെ കിടക്കുകയായിരിക്കും. അത് ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ യൂസ്ഡ് ആയിപ്പോയി. മീൻകാരന്റെ മീനിന്റെ മണം അറിയില്ലല്ലോ, അറിയോ? ഇല്ല, കാരണം അയാൾ അതായിട്ട് യൂസ്ഡ് ആയിപ്പോയി. അതേപോലെ നമ്മളറിയാതെ നമ്മളെ വീട്ടിലും ജോലി സ്ഥലത്തും ഒക്കെ ഇങ്ങനെ കുറെ ക്ലസ്റ്റേഴ്സിന്റെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് നമ്മൾ തന്നെ അറിയില്ല, കാരണം നമ്മൾ അതായിട്ട് യൂസ്ഡ് ആയിപ്പോയി. ഇപ്പൊ വാസ്തു എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു മൂന്ന് പെന്ന് ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു പെന്ന് എഴുതാനെടുത്തു, എഴുതുന്നില്ല, എഴുതുന്നില്ലല്ലോ, അടുത്തടുത്ത് ഈ വീട്ടിൽ ഒരു സാധനം വർക്ക് ചെയ്യില്ല, പിന്നെ അടുത്ത പിന്നെ നമ്മളെ ലാംഗ്വേജ് ഒക്കെ മാറി. അപ്പൊ ആ എനർജി നല്ല പ്ലസ്. നേരെ മറിച്ച് ഒരു പെന്ന് എഴുതുന്ന പെന്ന് സ്വസ്ഥമായിട്ട് എടുത്ത് എഴുതുകയാണെങ്കിലോ, മനസ്സിലായണ്ട? അപ്പൊ ഈ അൺവാണ്ടഡ് എനർജി അല്ലെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നതാണ് ഈ സാധനം ആവശ്യമില്ലാത്തത്. നേരത്തെ പറഞ്ഞ ഡിസ്റ്റർബൻസ്. അതപ്പോ ഒന്നും ഉപയോഗിക്കുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിവാക്കി വെക്കുക. ഇപ്പൊ ഫെങ്ഷുയി എന്ന് പറയും, ചൈനീസ് വാസ്തു. അതില് ഷോപ്പിൽ തന്നെ 6 മാസത്തിൽ കൂടുതൽ ഒരു സാധനം നിന്ന് കഴിഞ്ഞാൽ അത് ആ ഷോപ്പിൽ നിന്ന് മാറ്റി വേറെ ഏതൊരു ഷോപ്പ് കൊണ്ടുപോകും. അല്ല, ഇത് ചൈനക്കാരനാകണമെന്നല്ല യൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ സിസ്റ്റം അതാണ്. നമ്മളെവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്പൂരിച്ചന്റെ ചെല്ലത്തിന്റെ കഥ കേട്ടില്ല. നമ്പൂരിച്ചൻ എല്ലാ ദിവസവും നമ്മളെ പണിക്കാരെന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ല ഇളയ വെറ്റില നോക്കിയിട്ട് തളറ് വെറ്റിലൊക്കെ നോക്കിയിട്ട് കളക്ട് ചെയ്തിട്ട് മൂപ്പര് ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്പൂരച്ചനും കൊണ്ട് കൊടുക്കും. നമ്പൂരച്ചൻ എന്ത് ചെയ്യും, മൂപ്പരെ ചെല്ലപ്പെട്ടിയിൽ വെക്കും. എന്നിട്ടോ അത് ഇങ്ങനെ നോക്കും, ഇതിപ്പോ നാളത്തേക്ക് കേട് വന്നു, അപ്പൊ അത് എടുത്ത് കഴിക്കാം. അപ്പൊ മൂപ്പർക്ക് ശരിക്കും ഫ്രഷ് ആയിട്ടുള്ള പ്രൊവൈഡഡാ. പക്ഷെ ജീവിതകാലം മുഴുവൻ എന്താ മൂപ്പര് കഴിക്കണത്? പഴയതാണതും കേടുവരുന്നതും മാത്രം. ഇതറിയാത്തൊരു ജീവിത ശൈലിയായി പോവുക നമുക്ക്. ഇപ്പൊ പോസിറ്റീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോരോ മൈക്രോ പോയിന്റ്സിലും വരുന്നതാണ്. അത് നമ്മളൊരു അപ്രോച്ചാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് നല്ലതാക്കുക, ഉള്ളത് എന്താ പറയാ, നമ്മളെ രജനീകാന്ത് ഒക്കെ പറയണ മാതിരി എന്താ പറയാ, ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് അതെ. അപ്പൊ ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു നമ്മൾ അപ്ഡേഷൻ നടത്തണം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞു, ഓരോന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും ഇങ്ങനെ കെട്ടിപ്പേറി നടക്കണ്ട, അത് ഒഴിവാക്കുക, എന്നിട്ട് പുതിയതിലേക്ക് ആക്കുക. എന്ന് വെച്ചിട്ട് എവിടെയൊന്നും പൊളിക്കേണ്ടിയും തറക്കേണ്ടിയൊന്നും ആവശ്യമില്ല കേട്ടോ. അല്ലെ, ഞാൻ ഒഴിവാക്കുക എന്നുള്ള പറയുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇതെന്താണെന്ന് വെച്ചാൽ അപ്പൊ അതിന്റെ എനർജി എങ്ങനെ പോസിറ്റീവ് ആക്കാം. ഇപ്പൊ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ കുറെ കണക്ക് കൂട്ടിയിട്ട് ദോഷം പറയലല്ല, പകരം ഒരു വേ ഓഫ് ലിവിങ് ആണ്. ജീവിതം ഇങ്ങനെ കുറച്ചുകൂടി മനോഹരാക്കാം. അപ്പൊ ചിലത് നമ്മൾ വേണം, ചിലത് ഒഴിവാക്കണം. അപ്പൊ ഒഴിവാക്കേണ്ടതിന് വാസ്തുവിന്റെ ഭാഷ പറഞ്ഞ അസുരൻ എന്ന് പറയും. അസുരൻ മീൻസ് നെഗറ്റീവ്. ഇപ്പൊ ഒരാൾക്ക് ബീഡി വലിക്കുന്ന സ്വഭാവം ഉണ്ട്, നല്ലതാണോ ചീത്തയാണോ? ചീത്തയാണ്, അത് അസുരനാണ്. അപ്പൊ അസുരൻ വന്നാൽ ദേവൻ അസുരനെ കൊല്ലണം എന്ന് വെച്ചാൽ എന്താണ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി. അപ്പൊ നമ്മളെ കോൺഷ്യസ്നെസ് ഉപയോഗിച്ചിട്ട് ഈ ബീഡി വലിക്കുക എന്നുള്ള സ്വഭാവത്തിനെ നിർത്തിക്കൊള്ളണം, കൊന്നോളണം. അസുരൻ വന്നോ അസുരനെ കൊല്ലണം ആണ്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അസുരൻ നമ്മളെ കൊല്ലും. ഈ ബീഡി വലി തന്നെ അവന് പിന്നെ ക്യാൻസറായി മാറും. കേട്ടില്ലേ, നമ്മളിപ്പോ എന്താ സിനിമാ നടൻ ഉണ്ടല്ലോ ഇദ്ദേഹം, എന്താ ഇപ്പൊ ബീഡി വലിക്കൊക്കെ ഇപ്പം പറയണേ നമ്മളെ ശ്രീനിവാസൻ ചേട്ടൻ. എത്ര നല്ല ആക്ടറാണ്, എത്ര കഴിവുള്ള. അപ്പൊ അദ്ദേഹം തന്നെ പറയാൻ തുടങ്ങി, ഞാനൊരു വിനീത് ശ്രീനിവാസനും പറയണ്ട അച്ഛന്റെ ചെയിൻ സ്മോക്കിംഗ് ഒക്കെ. ഇത് അസുരനാണ്, ഇത് ദേവനാണ്. ഇത് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാക്കലാണ് യഥാർത്ഥത്തിലുള്ള നമ്മളെ അപ്ഡേഷൻ. അതാണ്. അപ്പൊ വാസ്തുവിന്റെ ഭാഷ പറഞ്ഞാല് പറയുകയാണെങ്കിൽ വാസ്തു പുരുഷൻ എന്ന് പറയുന്ന ഒരു അസുരനാണ്. അതായത് ഭൂമിന്റെ അടിയിലുള്ള എല്ലാ നെഗറ്റിവിറ്റീസും കൂടി പുറത്തു വന്നാലോ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ മേലെ ഒരു 45 ദേവതകൾ എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി അതിന്റെ മേലെ നിൽക്കുകയാണ്. അപ്പൊ ആ പോസിറ്റീവ് എനർജിയോടെ കൂട്ടണം, ആവശ്യമില്ലാത്തത് നെഗറ്റീവ് ഒഴിവാക്കും. ഡിഫീറ്റ് യുവർ നെഗറ്റീവ് എനർജി വിത്ത് പോസിറ്റീവ് എനർജി. കറക്റ്റ്. ഡിഫീറ്റ് ചെയ്യുന്ന വേണം, ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, അത് നമ്മളെ ഡിഫീറ്റ് ചെയ്യും.
ഇത്ര നേരം ഒരുപാട് അറിവുകൾ നമ്മളായിട്ട് പങ്കുവെച്ച നിഷാന്ത് സാറിന് നന്ദി. അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം.